നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ചെറുവണ്ണൂർ മുയിപ്പോത്ത് താഴെത്തെടുത്തിൽ കുടുംബസംഗമം പടിഞ്ഞാറേക്കര അഴകിൽ വീട്ടിൽ സംഘടിപ്പിച്ചു. വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര മുയിപ്പോത്ത് പടിഞ്ഞാറേക്കര ഭാഗത്തെ താഴെത്തെടുത്തിൽ തറവാടിന്റെ പ്രഥമ കുടുംബസംഗമം അഴകിൽ വീട്ടിൽ സംഘടിപ്പിച്ചു. പഴയ പ്രതാപത്തെ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന നിരവധി പുരാവസ്തുക്കൾ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. ഇത് പഴയ കാലത്തേക്ക് ഓർമ്മകൾ കൊണ്ടുപോകാനും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും വേണ്ടി മടഞ്ഞ ഓല കൊണ്ട് നിർമ്മിച്ച പന്തലും ഈന്തിൻ പട്ട കൊണ്ട് അലങ്കരിച്ചിരുന്നു. സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയവരെ ബാൻഡ് മേളങ്ങളോടെ ആരവം മുഴക്കിയാണ് സ്വീകരിച്ചത്. വടകര MP ഷാഫി പറമ്പിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വേറെ വീട്ടിലേക്ക് ആദ്യം മാറി. അപ്പൊ അത് തന്നെ വല്യപ്പാക്ക് എത്ര സങ്കടമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തിനൊപ്പം മാറുന്നത് എന്നുള്ള ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ അനിയൻ മാറി, മൂന്നാമത്തെ നാലാമത്തെ അനിയൻ മാറി. പെങ്ങളെ സ്വാഭാവികമായിട്ടും കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഞങ്ങളെല്ലാരും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ദൂരത്തല്ല അടുത്തടുത്ത് തന്നെയാണ് ആയിട്ട് കൂടുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പെരുന്നാളാകുമ്പോൾ എല്ലാവരും വല്യപ്പാടടുത്തേക്കും വരും. ഈ മക്കളും അവരുടെ മക്കളും പേരക്കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് ഒത്തുചേർന്ന ഒരു സ്ഥലം. പിന്നെ വല്യപ്പ മരിച്ച് വല്യപ്പാട് സമയമായപ്പോഴും അത് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് തെറ്റിച്ചിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് എവിടെയാണ് ആ ദിവസം. താപ്പള്ളി ലത്തീഫ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബത്തിലെ ഉന്നത വിജയം നേടിയവരെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. വാർഡ് മെമ്പർ NR രാഘവൻ, NM കുഞ്ഞബ്ദുള്ള, P അബ്ദുൾ ഹാജി, KP കുഞ്ഞബ്ദുള്ള, N അഹമ്മദ് മാസ്റ്റർ, KT കുഞ്ഞബ്ദുള്ള മൗലവി, കുഞ്ഞബ്ദുള്ള തച്ചറോത്ത് എന്നിവർ സംസാരിച്ചു. സെയ്ദ് തളിയിൽ, നവാസ് പാലേരി എന്നിവർ ബോധവൽക്കരണം നൽകി. അബ്ദുൾ നാസർ അഴകിൽ സ്വാഗതം പറഞ്ഞ സംഗമത്തിന് അബ്ദുൾ ഹമീദ് നന്ദി പറഞ്ഞു. 5 തലമുറയിൽ നിന്നുമായി 160ഓളം പേർ സംഗമത്തിൽ എത്തിയതായി സംഘാടകർ പറഞ്ഞു. മുയിപ്പോത്ത് പടിഞ്ഞാറക്കരയിലെ താഴത്തെടുത്ത് കുടുംബ സംഗമത്തിലെ ഒരു 5 തലമുറയിൽപ്പെട്ട ആൾക്കാർ ഒത്തുകൂടിയതാണ്. ഞങ്ങൾ മുഖ്യ അതിഥിയായിട്ട് വന്നത് ഷാഫി പറമ്പിലാണ്. എല്ലാവരും വളരെ ആവേശത്തോടെ വളരെ ആഗ്രഹത്തോടെ സംഘടിപ്പിച്ചതാണ്. ഇനിയും തുടർന്ന് നടത്താനുള്ള ഒരു തീരുമാനത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടി വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സെക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഇനിയും തുടർന്നു പോകാൻ വേണ്ടി പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.